ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഹാജരാക്കിയത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും വേണ്ടി SIT കസ്റ്റഡി അപേക്ഷ നൽകും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇന്നിപ്പോൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് പത്മകുമാറിനെ അവിടെ കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. എപ്പോഴാണ് കോടതി പരിഗണിക്കുക? ദിവ്യ, കോടതി ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞു. പത്മകുമാറിനെ 11 മണിയോടുകൂടെ തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. റിമാൻഡ് കാലാവധി ഇന്ന് കഴിയുകയാണ്. മുൻ ദേവസ്വം പ്രസിഡന്റ് റിമാൻഡ് കാലാവധി നീട്ടുന്നതിന് വേണ്ടി 3ാം തവണയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത്. സ്വാഭാവികമായും 14 ദിവസത്തേക്ക് കൂടെ റിമാൻഡ് കാലാവധി നീട്ടുകയായിരിക്കും പതിവ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പത്മകുമാറിന്റെ തന്നെ മറ്റൊരു ജാമ്യ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ആദ്യം കട്ടിളപ്പാളി കേസുകളിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നത് കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവിടെ നിന്നും ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാറിന് വേണ്ടി ജാമ്യ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിന്ന് പരിഗണിക്കുകയും ചെയ്യും. ഒരുപക്ഷെ വാദം നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേർ നേരത്തെ പിടിയിലായിട്ടുണ്ടായിരുന്നു. അതായത് പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധനും. ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കും. സ്വാഭാവികമായും കസ്റ്റഡി നൽകിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുകയും ഇവർ ഇരുവരെയും കസ്റ്റഡിയിൽ നൽകുകയും ചെയ്യും. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ വേണ്ടിവരും. ആദ്യഘട്ടത്തിൽ പങ്കജ് ഭണ്ഡാരി ഈ കാര്യങ്ങളിൽ പലതും നിഷേധിച്ചെങ്കിൽ പോലും പിന്നീട് ആ വേർതിരിച്ചെടുത്ത സ്വർണം ഗോവർദ്ധന് കൈമാറിയെന്നും അതിൽ നിന്നുള്ള ഒരു പങ്ക് കൈപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി. ഇവരുമായി ഗോവർദ്ധനുമായിട്ടുള്ള ഒരു ഡയറക്ട് ബന്ധമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ പ്രതികളിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായി ചോദ്യം ചെയ്യലിലൂടെ മാത്രമായിരിക്കും കണ്ടെത്താൻ കഴിയുക. എന്തായാലും കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്യും. ദിവ്യ.